അൽ മഷ്റൂ നാലാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠം. മഷ്റൂ മീൻസ് പ്രൊജക്റ്റ്, പദ്ധതി. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചത് റമീസ് സമ്പാദ്യപ്പെട്ടി പൊളിച്ച് കിട്ടിയ പണം കൊണ്ട് കോഴികളെ വാങ്ങി വളർത്താൻ തുടങ്ങിയതാണല്ലേ. അങ്ങനെ കോഴികളെയും മുട്ടയും ഒക്കെ അവൻ വിൽക്കുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ ഒരു ദിവസം റമീസിനെ കാണാൻ വേണ്ടി അവൻ്റെ വീട്ടിലേക്ക് രാജു എന്ന ഒരാൾ വന്നു. ആ രാജുവും റമീസും തമ്മിൽ നടത്തുന്ന സംഭാഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വായിച്ചു നോക്കാം. രാജു: മസാ ഉൽ ഖൈർ, ഗുഡ് ഈവനിങ്. റമീസ്: മസാ ഉന്നൂർ. രാജു: കൈഫ ബദഅത ഹാദൽ മഷ്റൂ, നീ എങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് തുടങ്ങിയത്? ഈ കോഴി വളർത്തൽ എന്ന ഈ പ്രൊജക്റ്റ്, ഈ പദ്ധതി നീ എങ്ങനെയാണ് തുടങ്ങിയത്? അപ്പോൾ റമീസ് പറയുന്നു, ജമാഅത്തുൽ മാല, ഞാൻ പണം ഒരുമിച്ച് കൂട്ടി, വസ്തറൈത്തു ദജാജാത്ത്, എന്നിട്ട് കോഴികളെ വാങ്ങി. ജമാഅത്തു, ഞാൻ ശേഖരിച്ചു, ഒരുമിച്ച് കൂട്ടി, അൽ മാല, പണം, വസ്തറൈത്തു, എന്നിട്ട് ഞാൻ വാങ്ങി, അദ്ദജാജാത്തി, കോഴികളെ. രാജു: മൻ യുസാഇദുക അലാ ഹാദൽ അമൽ, ഈ ജോലിക്ക് നിന്നെ സഹായിക്കുന്നത് ആരാണ്? മൻ, ആരാണ്, യുസാഇദുക, നിന്നെ സഹായിക്കുന്നത്, അലാ ഹാദൽ അമലി, ഈ ജോലിക്ക്. റമീസ്: അൽ അബു വൽ ഉമ്മു വൽ ഉഖ്തു, ഉപ്പയും ഉമ്മയും സഹോദരിയും. ഉപ്പയും ഉമ്മയും സഹോദരിയുമാണ് എന്നെ ഈ ജോലിക്ക് സഹായിക്കുന്നത്. രാജു: കം ദജാജത്തൻ എന്തൊക്ക, നിന്റെ അടുക്കൽ എത്ര കോഴികളുണ്ട്? റമീസ്: അഷറു ദജാജാത്തിൻ, 10 കോഴികൾ. രാജു: കം ബൈലത്തൻ തജ്മഉ യോമിയൻ, ദിനേനെ എത്ര മുട്ടകൾ നീ ശേഖരിക്കും? അതായത് ഒരു ദിവസം എത്ര മുട്ട കിട്ടും? കം ബൈലത്തൻ, എത്ര മുട്ട, തജ്മഉ, നീ ശേഖരിക്കും, നീ ഒരുമിച്ച് കൂട്ടും, യോമിയൻ, ഓരോ ദിവസവും. റമീസ്: സബഅ ബൈലാത്തിൻ തഖരീബൻ, ഏകദേശം 7 മുട്ട. ഒരു ദിവസം ഏകദേശം 7 മുട്ടകൾ കിട്ടും. 10 കോഴി ഉണ്ടല്ലേ, അപ്പോൾ 7 മുട്ട ഏകദേശം ഒരു ദിവസം കിട്ടും. രാജു: ഹൽ തബീഉൽ ബൈലാത്ത്, നീ മുട്ടകൾ വിൽക്കാറുണ്ടോ? ഹൽ തബീഉ, നീ വിൽക്കാറുണ്ടോ, അൽ ബൈലാത്ത്, മുട്ടകൾ? റമീസ്: നാം, അതെ, അബീഉൽ ബൈലാത്തി വദ്ദജാജാത്തി, മുട്ടകളും കോഴികളും ഞാൻ വിൽക്കാറുണ്ട്. അതെ, അബിയോ, ഞാൻ വിൽക്കാറുണ്ട്, അൽ ബൈലാത്തി, മുട്ടകളും, വദ്ദജാജാത്തി, കോഴികളെയും വിൽക്കാറുണ്ട്. രാജു: ഫീമ തുംഫിഖു കസ്ബക, എന്ത് കാര്യത്തിലാണ് നീ നിന്റെ സമ്പാദ്യം ചിലവഴിക്കുന്നത്? ഫീമ, ഏത് കാര്യത്തിലാണ്, തുംഫിഖു, നീ ചിലവഴിക്കുന്നത്, കസ്ബക, നിന്റെ സമ്പാദ്യം, കോഴിയെയും മുട്ടയും ഒക്കെ വിറ്റ് കിട്ടുന്ന സമ്പാദ്യം നീ എന്തിനാണ് ചിലവഴിക്കുന്നത്? അപ്പോൾ റമീസ്: ഉംഫിഖു ഫി ഹാജത്തി, ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാറുണ്ട്. ഉംഫിഖു, ഞാൻ ചിലവഴിക്കും, ഫി ഹാജത്തി, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. എനിക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും അല്ലേ, സ്കൂളിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടാവും, നോട്ട് ബുക്ക് വാങ്ങാനുണ്ടാവും, പേന വാങ്ങാനുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ എൻ്റെ പണം തന്നെ എടുക്കും. പിന്നെയോ, വ ഉസായിദു ബിഹി, അതുകൊണ്ട് ഞാൻ സഹായിക്കും, എൻ്റെ സമ്പാദ്യം കൊണ്ട് ഞാൻ സഹായിക്കാറുണ്ട്, അഹ്ലി, എൻ്റെ കുടുംബത്തെയും, വാസ്തിക്കായി, എൻ്റെ കൂട്ടുകാരെയും. അപ്പോൾ റമീസ് സമ്പാദ്യം മുഴുവൻ തനിക്ക് വേണ്ടി മാത്രമല്ല, തൻ്റെ കൂട്ടുകാരിലും കുടുംബക്കാരിലുമൊക്കെയുള്ള ആവശ്യക്കാർക്ക് റമീസ് തൻ്റെ സമ്പത്തിൽ നിന്നും പണം കൊടുക്കാറുമുണ്ട്. നല്ല കുട്ടിയാണ്. രാജു: മത്താ തജിദുൽ വഖ്ത ലിദാലിക, ഇതിന് നിനക്ക് എവിടെ നിന്നാണ് സമയം കിട്ടുന്നത്? കോഴിയെ പരിപാലിക്കാനും വളർത്തിയെടുക്കാനും ഒക്കെ എവിടെ നിന്നാണ് സമയം, എപ്പോഴാണ് സമയം കിട്ടുന്നത്? മത്ത, എപ്പോൾ, തജിദു, നിനക്ക് ലഭിക്കും, അൽ വഖ്ത, സമയം, ലിദാലിക, അതിനു വേണ്ടി, അതായത് ലി തർബിയത്തി ദജാജാത്തി, കോഴികളെ വളർത്താൻ വേണ്ടി എപ്പോഴാണ് സമയം കിട്ടുന്നത്? റമീസ്: ഖബ്ല ദഹാബി ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പും, വ ബഅദ റുജൂഇ, സ്കൂൾ വിട്ട് മടങ്ങി വന്നതിന് ശേഷവും. ഖബ്ല, മുമ്പ്, ബഅദ, ശേഷം, റുജൂ, മടങ്ങൽ, സ്കൂളിൽ നിന്നും തിരിച്ചു വരൽ, തിരിച്ചു വന്നതിന് ശേഷവും സ്കൂളിൽ പോകുന്നതിന് മുമ്പുമാണ് ഞാൻ കോഴികളെ നോക്കുന്നത്. രാജു: അഹ്സൻത, വെൽ ഡൺ, അൻത വലതുൻ മിസാലിയുൻ, നീ ഒരു മാതൃകാ കുട്ടിയാണ് അല്ലേ, മാതൃകയായ കുട്ടിയാണ് നീ, മറ്റുള്ളവർക്കൊക്കെ മാതൃകയാണ് നീ. റമീസ്: ശുക്രൻ. രാജു: അഫ്വൻ. ഓക്കെ, ഇനി ഇവിടെ ഓരോ ദിവസങ്ങളുടെ പേര് കൊടുത്തിരിക്കുന്നു. ഓരോ ദിവസവും റമീസിന് കിട്ടുന്ന മുട്ടകളുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട്. ആദ്യം അൽയൗം എന്ന കോളത്തിൽ യൗമുൽ അഹദ്, ഞായറാഴ്ച. അടുത്ത കോളത്തിൽ അദദുൽ ബൈലാത്ത്, മുട്ടകളുടെ എണ്ണം. അദദ് മീൻസ് എണ്ണം. ഞായറാഴ്ച എത്ര മുട്ടയാണ് കിട്ടിയത്? 8. 8-ന് എന്ത് പറയും? സമാനിയത്തുൻ. യൗമുൽ ഇസ്നൈൻ, തിങ്കളാഴ്ച, സബ്അത്തുൻ, 7. യൗമു സലാസ, ചൊവ്വാഴ്ച, സമാനിയ, 8.
യൗമുൽ അർബിഅ ബുധനാഴ്ച 10 10. യൗമുൽ ഖമീസ് വ്യാഴാഴ്ച 9 9. യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച 8 8. യൗമുൽ സബ്ത് ശനിയാഴ്ച 9 9. അങ്ങനെ അദ്ദദ റമീസുൻ കസ്ബഹുലി ഷഹ്റൈനി. റമീസ് 2 മാസത്തെ തൻ്റെ സമ്പാദ്യം എണ്ണിത്തിട്ടപ്പെടുത്തി. അദ്ദദ എണ്ണി കണക്ക് കൂട്ടി. കസ്ബഹു തൻ്റെ സമ്പാദ്യം ലി ഷഹ്റൈനി 2 മാസത്തെ. അപ്പോൾ 2 മാസം എത്ര മുട്ട കിട്ടിയിട്ടുണ്ട് എന്നതാണ് റമീസ് കൂട്ടി നോക്കുന്നത്. ഓരോ ആഴ്ചയും കിട്ടുന്ന മുട്ടകൾ അവൻ എഴുതി വെക്കാറുണ്ട്. അങ്ങനെ അൽ ഉസ്ബുഉൽ അവ്വൽ ഒന്നാമത്തെ ആഴ്ച അവന് കിട്ടിയ മുട്ട എത്രയാണ്? 48 അല്ലേ? 48 അറബിയിൽ എന്താണ് പറയുക? വായിച്ചു നോക്കൂ. സമാനും വ അർബഊൻ. 8 സമാനിയ അല്ലെങ്കിൽ സമാനുൻ എന്ന് പറയും അല്ലേ? 40 അർബഊന എന്ന് പറയും. അപ്പോൾ 48 സമാനും വ അർബഊൻ. ഇനി അൽ ഉസ്ബുഉ സാനി രണ്ടാമത്തെ ആഴ്ച അവൻ എത്ര മുട്ട കിട്ടി? 53. 53 സലാസുൻ വ ഹംസൂൻ എന്നാണ് പറയുക. 3 സലാസുൻ, 50 ഹംസൂന. അപ്പോൾ സലാസുൻ വ ഹംസൂന 53. പിന്നെ അൽ ഉസ്ബുഉ സാലിസ് മൂന്നാമത്തെ ആഴ്ച 58 മുട്ടകളാണ് കിട്ടിയത്. അപ്പോൾ സമാനും വ ഹംസൂന. 58 സമാനും വ ഹംസൂന. ഇനി അൽ ഉസ്ബുഉ റാബിഉ നാലാമത്തെ ആഴ്ചയോ? സബഉൻ വ ഹംസൂന 57. അൽ ഉസ്ബുഉൽ ഖാമിസ് അഞ്ചാമത്തെ ആഴ്ച 55 ആണ്. അപ്പോൾ എന്ത് പറയും? ഹംസും വ ഹംസൂന 55. അൽ ഉസ്ബുഉ സാദിസ് ആറാമത്തെ ആഴ്ച 9 വ ഹംസൂന 59. 59 എന്നാണ് അവിടെ എഴുതേണ്ടത് അല്ലേ? 9 ഹംസൂന 50. അപ്പോൾ 59. അൽ ഉസ്ബുഉ സാബിഉ ഏഴാമത്തെ ആഴ്ചയോ? 74 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അർബഉൻ വ സബഊന 70 എന്ത് പറയും? സബഊന. അർബഉൻ വ സബഊന. അപ്പോൾ എണ്ണം എളുപ്പമാണ്. 20 യശുറൂന എന്ന് പറയും. പിന്നെ 30 സലാസൂന 40 അർബഊന 50 ഹംസൂന 60 സിത്തൂന 70 സബഊന 80 സമാനൂന 90 തിസ്ഊന 90 തിസ്ഊന. ഓക്കെ, 100 മിഅ. അപ്പോൾ അതിലുള്ള എണ്ണം പറയാൻ അർബഉൻ വ തിസ്ഊന ഹംസുൻ വ സബഊന അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി നുലാഹിദു തഖ്വീമ നമുക്ക് കലണ്ടർ നിരീക്ഷിക്കാം. വനുക്മിലുൽ ഖാനാത്ത് എന്നിട്ട് കോളങ്ങൾ പൂരിപ്പിക്കാം. വീട്ടിലെ കലണ്ടർ എടുക്കുക, എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അദദ് യോമിൽ അർബിആഇ ഫി ഷഹരി ഡിസംബർ. ഡിസംബർ മാസത്തിൽ എത്ര ബുധനാഴ്ചകളുണ്ട്? അദദ് എണ്ണം. അദദ് യോമിൽ അർബിആ ബുധനാഴ്ചകളുടെ എണ്ണം. ഫി ഷഹരി ഡിസംബർ ഡിസംബർ മാസത്തിലെ. നമുക്ക് ഡിസംബർ മാസത്തെ കലണ്ടർ നോക്കാം. ഇതാണ് ഡിസംബർ മാസത്തെ കലണ്ടർ. ഈ ഡിസംബർ മാസത്തിൽ ഇത് 2025 ഡിസംബറിലെ കലണ്ടറാണ്. ഇതിൽ എത്ര ബുധനാഴ്ചകളുണ്ട് എന്ന് നോക്കൂ. യോമുൽ അർബിആ മീൻസ് ബുധനാഴ്ച അല്ലേ? നോക്കിയാൽ 1 2 3 4 5 ബുധനാഴ്ചകളുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് എഴുതണം? ഇവിടെ 5 എന്ന് എഴുതിയാൽ മതി. ഹംസത്തുൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ 5 എന്ന് എഴുതാം. പിന്നെ രണ്ടാമത്തത് അദദു യോമി സബ്തി ഫി ഷഹരി ഡിസംബർ. യോമു സബ്ത് എന്നാൽ ശനിയാഴ്ച. ഡിസംബർ മാസത്തിലെ ശനിയാഴ്ചകളുടെ എണ്ണം. ശനിയാഴ്ചകൾ എത്രയുണ്ടെന്ന് നോക്കാം. ഇതാണ് ശനിയാഴ്ച അല്ലേ? ഡിസംബർ മാസത്തിൽ 4 ശനിയാഴ്ചകൾ കാണുന്നുണ്ട്. അപ്പോൾ 4 എന്ന് എഴുതാം. പിന്നെ അദദു യോമിൽ ലിസ്നൈനി ഫി ഷഹരി ഡിസംബർ. ഡിസംബർ മാസത്തിലെ തിങ്കളാഴ്ചകളുടെ എണ്ണം. തിങ്കളാഴ്ച ഡിസംബർ മാസത്തിൽ 5 എണ്ണം ഉണ്ടല്ലേ? 5 തിങ്കളാഴ്ച. ഇനി അത്താരീഖ് ഡേറ്റ്. ഡിസംബർ 1. ഡിസംബർ 1 ഏത് ദിവസമാണ് എന്നാണ് എഴുതേണ്ടത്. ഡിസംബർ 1ഉം ഡിസംബർ 18ഉം ഡിസംബർ 25ഉമാണ് നോക്കേണ്ടത്. നോക്കാം. ഡിസംബർ 1 തിങ്കളാഴ്ചയാണ് അല്ലേ? പിന്നെ ഡിസംബർ 18 ഇതാ വ്യാഴാഴ്ചയാണ്. ഡിസംബർ 18. ഡിസംബർ 18ൻ്റെ പ്രത്യേകത എന്താണ്? ലോക അറബി ഭാഷാ ദിനമാണ് അല്ലേ? ആ ലോക അറബി ഭാഷാ ദിനത്തിൻ്റെ ചിഹ്നമാണത്. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസംബർ 18 അൽ യൗമുൽ ആലമി ലിൽ ലുഗത്തിൽ അറബിയ, ലോക അറബി ഭാഷാ ദിനം. ഓക്കെ, ഇനി ഡിസംബർ 25 ഏത് ദിവസമാണെന്ന് നോക്കുക. ഇതോടെ നമ്മുടെ 4ാമത്തെ യൂണിറ്റിലെ ഡിസംബർ 25 അല്ലേ? വ്യാഴാഴ്ച തന്നെയാണ്.
ഓക്കെ, നാലാമത്തെ യൂണിറ്റിലെ 3 പാഠങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ 4ാമത്തെ പാഠം പറയാം.